ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. ഇന്ന് നമ്മൾ നമ്മുടെ LDCക്കൊക്കെ ഉപകാരപ്പെടുന്ന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടെ എന്താണ് കവർ ചെയ്തിട്ടാണ് പോകുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റി മുൻവർഷങ്ങളിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതുൾപ്പെടെ നമ്മൾ നോക്കുകയാണ്. ഒന്നാമത് ഇങ്ങനെയാണ്: കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ മന്ത്രിയാണ് വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്. അടുത്തത്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് ചെയർമാൻ? മുഖ്യമന്ത്രിയാണ്. മറ്റൊന്ന്, ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ജില്ലാ കളക്ടർ. മറ്റൊന്ന്, കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഒന്ന്, 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം സ്ഥാപിച്ചു. 2, സുരക്ഷായനം എന്നതാണ് ആപ്തവാക്യം. 3, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. 4, 2008 മെയ് 4 കേരളത്തിലെ ആദ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത്. ഇതിൽ തെറ്റായതെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 4 മാത്രമാണ് തെറ്റായത്. കാരണം 2008 അല്ല, 2007 ആണ്. 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം സ്ഥാപിച്ചു. ആപ്തവാക്യം സുരക്ഷായാനം എന്നതാണ്, സുരക്ഷായനം. അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം: താഴെ പറയുന്നവരിൽ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ മെമ്പർ അല്ലാത്തത് ആരാണ്? മുഖ്യമന്ത്രി മെമ്പറാണ്, ചെയർമാനാണ്. റവന്യൂ വകുപ്പ് മന്ത്രി മെമ്പറാണ്, വൈസ് ചെയർമാനാണ്. ആരോഗ്യ വകുപ്പ് മന്ത്രിയും കൃഷി വകുപ്പ് മന്ത്രിയുമാണ് പിന്നീടുള്ളത്. ഇതിൽ കൃഷി വകുപ്പ് മന്ത്രിയുണ്ട്, ആരോഗ്യ വകുപ്പ് മന്ത്രി ഇല്ല. അപ്പം ഏതാണ് അതൊരു മെമ്പർ അല്ലാത്തത്? 3 മാത്രമാണ്. ഓപ്ഷൻ ഡി 3 മാത്രം. അടുത്തത്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? നമ്മൾ പറഞ്ഞു, റവന്യൂ മന്ത്രിയാണ്, റവന്യൂ മന്ത്രി. അടുത്ത ചോദ്യം: മഴക്കെടുതികൾക്കെതിരെ ജാഗ്രത പുലർത്തുന്നതിനു വേണ്ടി കേരള ദുരന്ത നിവാരണ അതോറിറ്റി യെല്ലോ അലർട്ട് പുറപ്പെടുവിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? 24 മണിക്കൂറിൽ 20 സെന്റിമീറ്റർ മുതൽ 26 സെന്റിമീറ്റർ വരെ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ്. 24 മണിക്കൂർ 10 സെന്റിമീറ്റർ മുതൽ 18 സെന്റിമീറ്റർ വരെ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ്. 24 മണിക്കൂറിൽ 12 സെന്റിമീറ്റർ മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ്. 24 മണിക്കൂറിൽ 6 സെന്റിമീറ്റർ മുതൽ 11 സെന്റിമീറ്റർ വരെ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ്. ഇതിലേതാണ് ശരിയായത്? അടുത്തത്, താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2007 നിലവിൽ വന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന റവന്യൂ മന്ത്രിയാണ്. ഇതിൽ ഏതാണ് തെറ്റായ പ്രസ്താവന? ഇതിൽ 3 തെറ്റായ പ്രസ്താവന. കാരണം നിലവിൽ വന്നപ്പോൾ 2007 നിലവിൽ വന്നത്. ആ സമയത്ത് ഉമ്മൻചാണ്ടി അല്ല, VS അച്യുതാനന്ദനാണ്. ആരാണ്? VS അച്യുതാനന്ദനാണ് മുഖ്യമന്ത്രി. ഇനി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ്. മറ്റൊന്ന്, ഏത് ആക്ട് പ്രകാരമാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ചത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 പ്രകാരമാണ്. 2005. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ദുരന്തങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി നിലവിൽ വന്ന നിയമമാണ് 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്. അപ്പോൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരമാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഒക്കെ നിലവിൽ വന്നതെന്ന് മനസ്സിലാക്കുക. എപ്പോഴാണ്? 2005. എന്തിനാണ്? ഇന്ത്യയിലെ ദുരന്തങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ. ഇനി, ഈ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിക്കുകയും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് സഹായിക്കുന്നതിനായി നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷനാരാണ്? അത് പ്രധാനമന്ത്രിയാണ്. ആരാണ്? പ്രധാനമന്ത്രി. ഇനി, സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു സംസ്ഥാന ദുരന്ത നിവാരണ കേന്ദ്രം രൂപീകൃതമായി. അതായത് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ സഹായിക്കുന്നതിനായി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിലവിൽ വന്നു. ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 11 അധ്യായങ്ങളും 79 വകുപ്പുകളുമുണ്ട്. ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 പറയുന്നത് 11 അധ്യായങ്ങളും 79 വകുപ്പുകളും ഉണ്ടെന്ന് കൂടി അവിടെ മനസ്സിലാക്കുക. ഇനി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം.
2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് 14 അനുസരിച്ചാണ് കേരളത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായിരിക്കുന്നത്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, നിയമം മൂലം രൂപീകരിച്ച ഒരു ബോഡിയാണ്. അപ്പൊ ഓർക്കുക, 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് 14 അനുസരിച്ചാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായിട്ടുള്ളത്. ഓക്കെ, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി. ഓക്കെ, കമ്മിറ്റി അല്ല, അതോറിറ്റി. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, KSDMA എന്ന് പറയാം. കേരളത്തിലെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ചുമതല വഹിക്കുന്ന സ്ഥാപനമാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. അപ്പൊ എന്താണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ചുമതല വഹിക്കുന്ന സ്ഥാപനം, അതാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത്, KSDMA, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. സംസ്ഥാന ദുരന്ത നിവാരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 2005 ദേശീയ ദുരന്ത നിവാരണ നിയമം ചാപ്റ്റർ 3 സെക്ഷൻ 13 മുതൽ 24 വരെ. ചാപ്റ്റർ 3 സെക്ഷൻ എത്രയാണ്? 14 മുതൽ 24 വരെ എന്താണ്? സംസ്ഥാന ദുരന്ത നിവാരണത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇനി കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത് 2007 മെയ് 4-നാണ്. ഓർത്തു വെക്കുക, 2007 മെയ് 4-നാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായിരിക്കുന്നത്. 2007 മെയ് 4 2007 മെയ് 4. നിലവിലെ കേരള സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടന നിലവിൽ വന്നത് 2013 ജൂലൈ 17-നാണ്. നിലവിലെ കേരള സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു ഘടന നിലവിൽ വന്നത് 2013 ജൂലൈ 17-നാണ്. ജൂലൈ 17. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയുമാണ്. കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രി. ചെയർമാൻ മുഖ്യമന്ത്രി, വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രി. ഇനി നോക്കുക, മറ്റംഗങ്ങളെ കുറിച്ച് നോക്കാം. ഇതിൽ കൃഷിമന്ത്രി ഒരു മെമ്പറാണ്. കൃഷിമന്ത്രി ഒരു മെമ്പറാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചീഫ് സെക്രട്ടറിയാണ്. അതുപോലെ ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇതിൽ മെമ്പറാണ്. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മെമ്പറാണ്. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കൺവീനറാണ്. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കൺവീനറാണ്. കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ തലവനാണ് മെമ്പർ സെക്രട്ടറി. കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ തലവനാണ് മെമ്പർ സെക്രട്ടറി. ഇങ്ങനെയാണ് മറ്റംഗങ്ങൾ. മുഖ്യമന്ത്രി ആരാണ്? CM അധ്യക്ഷൻ. അതുപോലെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? റവന്യൂ മന്ത്രി ആരാണ്? വൈസ് ചെയർമാൻ. ചെയർമാൻ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയും. കൃഷിമന്ത്രി ഇതിലൊരു മെമ്പറാണ്. ചീഫ് സെക്രട്ടറി CEO ആണ്. മറ്റേ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആരാണ്? ആഭ്യന്തര വകുപ്പിന്റെ മെമ്പറാണ്. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കൺവീനർ ആണ്. കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ തലവൻ മെമ്പർ സെക്രട്ടറിയുമാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ആകെ അംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടെ 10 പേരാണ്. ചെയർമാൻ ഉൾപ്പെടെ 10 പേരാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ആകെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് ആരാണ്? കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത്. ഇനി എല്ലാ ജില്ലകളിലെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമാണ് സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം. എല്ലാ ജില്ലകളിലെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനം സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ്. ഇനി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം ചോദിച്ചാൽ തിരുവനന്തപുരം. ഇനി സുരക്ഷായനം, ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ് എന്ന് പറയും. ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ്, അതാണ് സുരക്ഷായനം. ഇതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യം അല്ലെങ്കിൽ മോട്ടോ. ആപ്തവാക്യം സുരക്ഷായനം എന്നതാണ്. ഇനി അതത് ജില്ലകളിലെ ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? അത് ജില്ലാ കളക്ടറാണ്. അതത് ജില്ലകളിലെ ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടർ.
അതത് പ്രദേശത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല നിർവഹിക്കുന്നത് ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ്. അതത് പ്രദേശത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല നിർവഹിക്കുന്നത് ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണെന്ന് ഓർക്കുക. ഇനി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ലക്ഷ്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന്, സംസ്ഥാനത്തൊരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക. സംസ്ഥാനത്ത് ഒരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക. പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുക. വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. ദുരന്ത സമയത്ത് സൈന്യത്തിന്റെയും കേന്ദ്ര സേനകളുടെയും സേവനം ഏകോപിപ്പിക്കുക എന്നതാണ്. ഓക്കെ, അടുത്തത് ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 54 പ്രകാരം ദുരന്തത്തെയോ അതിന്റെ തീവ്രതയെയോ വ്യാപ്തിയെയോ കുറിച്ച് തെറ്റായ അലാറമോ മുന്നറിയിപ്പോ പുറപ്പെടുവിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്ത് പരിഭ്രാന്തി സൃഷ്ടിക്കുന്നത് തെളിയിക്കപ്പെട്ടാൽ 1 വർഷം വരെ തടവോ പിഴയോ ലഭിക്കുന്ന കുറ്റമാണ്. 1 വർഷം വരെ തടവോ അല്ലെങ്കിൽ പിഴയോ ലഭിക്കാവുന്ന കുറ്റമാണെന്ന് ഓർക്കുക. അതായത് സെക്ഷൻ 54 പ്രകാരം, ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 54 പ്രകാരം ദുരന്തത്തെയോ അതിന്റെ തീവ്രതയെയോ അല്ലെങ്കിൽ വ്യാപ്തിയോ കുറിച്ച് തെറ്റായ അലാറമോ മുന്നറിയിപ്പോ പുറപ്പെടുവിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്ത് പരിഭ്രാന്തി സൃഷ്ടിക്കുന്നത് ഇങ്ങനെ തെളിയിക്കപ്പെട്ട 1 വർഷം വരെ തടവോ പിഴയോ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. ഓക്കെ, മനസ്സിലായില്ലേ? അടുത്തത്, സംസ്ഥാന ദുരന്ത നിവാരണ കാര്യനിർവഹണ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം 5 ആണ്. സംസ്ഥാന ദുരന്ത നിവാരണ കാര്യനിർവഹണ സമിതി, സംസ്ഥാന ദുരന്ത നിവാരണ കാര്യനിർവഹണ സമിതി, അതായത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലല്ല, കാര്യനിർവഹണ സമിതിയിലെ അംഗങ്ങളാണ് 5. ഈ സംസ്ഥാന ദുരന്ത നിവാരണ കാര്യനിർവഹണ സമിതിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ കാര്യനിർവഹണ സമിതി ചെയർപേഴ്സൺ ചീഫ് സെക്രട്ടറിയാണ്. ഇനി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് ചോദിച്ചാൽ ചാപ്റ്റർ 4 സെക്ഷൻ 25 മുതൽ 34 വരെ. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ചാപ്റ്റർ 4 മുതൽ ചാപ്റ്റർ 4 സെക്ഷൻ 25 മുതൽ 34 വരെയാണ്. ഓക്കെ, അത് പഠിച്ചു വെക്കുക. ഇനി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ, ചെയർപേഴ്സൺ നമ്മൾ പറഞ്ഞു ആരാണ്? കളക്ടർ. ചില ജില്ലകളിൽ ജില്ലാ മജിസ്ട്രേറ്റ്, കളക്ടർ അറിയപ്പെടുന്നത് ജില്ലാ മജിസ്ട്രേറ്റ് എന്ന് കൂടിയാണ്. ചില സംസ്ഥാനങ്ങളിൽ ഡെപ്യൂട്ടി കമ്മീഷണർ എന്നും അറിയപ്പെടുന്നത്. അപ്പൊ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്ന ചെയർപേഴ്സൺ കളക്ടറാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് ജില്ലാ മജിസ്ട്രേറ്റ് എന്നും ഡെപ്യൂട്ടി കമ്മീഷണർ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി സഹ അധ്യക്ഷൻ ചോദിച്ചാൽ തദ്ദേശ സ്ഥാപനത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. സഹ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇനി അതുപോലെ മറ്റൊരാളാണ് ജില്ലാ അതോറിറ്റിയുടെ സിഒ. ജില്ലാ അതോറിറ്റിയുടെ സിഒ നിൽക്കുന്ന ഒരാൾ, ചുമതലപ്പെടുത്തുന്ന ഒരാൾ. ചിലപ്പോൾ അത് ADM ആവാം, അങ്ങനെ ആരെങ്കിലും ആവാം. മറ്റൊന്ന് പോലീസ് സൂപ്രണ്ട്, ജില്ലാ മെഡിക്കൽ ഓഫീസർ. കൂടാതെ സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന 2ൽ കൂടാത്ത ജില്ലാതല ഓഫീസർമാർ എന്നിവരാണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു ജില്ലാതലത്തിലുള്ള കണക്ക്. ഇനി നിങ്ങൾ നോക്കുക, നമുക്കറിയാം പലതരത്തിൽ നമുക്ക് ഇപ്പൊ പുതുതായിട്ട് നമുക്ക് ഓറഞ്ച് അലർട്ട്, റെഡ് അലർട്ട്, മഞ്ഞ അലർട്ട്, വെള്ള അലർട്ട് അങ്ങനെ കിട്ടുന്നുണ്ടല്ലോ. അതില് നമ്മൾ നോക്കുക, ഇതിൽ കളർ കോഡ് വെള്ള മുന്നറിയിപ്പ്, വെള്ള എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ് ഇല്ല, മഴ ഇല്ലാത്ത അവസ്ഥയിലാണ് വെള്ള. അത് 1.55 സെന്റിമീറ്ററിൽ താഴെയാണ് എന്ത് പറയുന്നത്, മഴ ഇല്ലാത്ത അവസ്ഥ വരുന്നത്, മഴയില്ലാത്ത അവസ്ഥ. ഓക്കെ, പിന്നെ പച്ച മുന്നറിയിപ്പ്, അതായത് പച്ചയും മുന്നറിയിപ്പ്, ഇത് രണ്ടും സ്വാഭാവികമായും മുന്നറിയിപ്പ് കൊടുക്കാറില്ല. പച്ച ഗ്രീൻ അലേർട്ടാണ്, പച്ച മുന്നറിയിപ്പ് ഇല്ല. നേരിയതോ മിതമായതോ ആയ മഴയാണ്, നേരിയതോ മിതമായതോ ആയ മഴ, അതാണ് പറയുന്നത്. അത് പിന്നെ 1.56 സെന്റിമീറ്റർ മുതൽ 6.44 സെന്റിമീറ്റർ ഇടയിലാണ് മഴ കിട്ടുന്നത്. ഇനി പറഞ്ഞ 15.6 mm മുതൽ 64.5 mm വരെ. ഇനി മഞ്ഞ മുന്നറിയിപ്പ്, യെല്ലോ അലർട്ട് എന്ന് പറയുന്നത് നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക എന്നതാണ്. ശക്തമായ മഴയാണ് 6.45 സെന്റിമീറ്റർ മുതൽ 11.55 സെന്റിമീറ്റർ വരെയാണ്. അതായത് 64.5 mm മുതൽ 115.5 mm വരെ. പിന്നെ ഓറഞ്ച് അലർട്ടാണ്, ജാഗ്രത പാലിക്കുക, കരുതിയിരിക്കുക എന്നാണ് ഓറഞ്ച് അലർട്ട്. അതായത് ശക്തമായതോ അതിശക്തമായതോ ആയ മഴയുണ്ടാവും. 11.56 സെന്റിമീറ്റർ മുതൽ 20.44 സെന്റിമീറ്റർ വരെ. പിന്നെ ചുവപ്പ് മുന്നറിയിപ്പ് പ്രവർത്തിക്കുക, അതിശക്തമായതോ തീവ്രമായതോ മഴ, അത് 204.5 mm ആണ്. അതായത് 20.45 സെന്റിമീറ്ററിന് മുകളിലാണ്. ഓക്കെ, അതാണത്. ഇനി അലർട്ടുകൾ നമുക്ക് നോക്കാം. മഴക്കെടുതികൾക്കെതിരെ ജാഗ്രത പുലർത്തുന്നതിന് വേണ്ടി കേരള ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്നതാണ് അലർട്ടുകൾ. റെഡ് അലർട്ട് എന്ന് പറയുന്നത് കർശന സുരക്ഷാ നടപടി സ്വീകരിക്കേണ്ട സാഹചര്യത്തിൽ പുറപ്പെടുവിക്കുന്ന അലർട്ട്. അതുപോലെ ദുരന്ത സാധ്യതാ മേഖലയിൽ നിന്നും ജനങ്ങളെ സുരക്ഷിതമായ മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റണം,
അതിശക്തമായ മഴയെ സൂചിപ്പിക്കുന്നു. ഓറഞ്ച് അലർട്ട് ശക്തമായതോ അതിശക്തമായതോ ആയ മഴയെ സൂചിപ്പിക്കുന്നു. അതീവ ജാഗ്രതാ മുന്നറിയിപ്പ്, സുരക്ഷാ തയ്യാറെടുക്കലുകൾ തുടങ്ങണം. യെല്ലോ അലർട്ട് ശക്തമായ മഴ സാധ്യതയെ സൂചിപ്പിക്കുന്ന അലർട്ട്, കാലാവസ്ഥയെ കരുതലോടെ നിരീക്ഷിക്കണം. ഗ്രീൻ അലർട്ട് നേരിയ തോതിലുള്ള മഴ സാധ്യതയെ സൂചിപ്പിക്കുന്ന അലർട്ട്, ജാഗ്രത പാലിക്കേണ്ട സാഹചര്യം നിലവിലില്ല. വൈറ്റ് അലർട്ട് മഴയില്ല, ചാറ്റൽ മഴയുടെ സാധ്യതയെ സൂചിപ്പിക്കുന്നു. വൈറ്റ് അലർട്ടിനും പച്ച അലർട്ടിനും സാധാരണയായി മുന്നറിയിപ്പ് നൽകാറില്ല എന്നുകൂടി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. പിന്നെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്ലാസ് വേണമെന്ന് തോന്നിയാൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്